ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് KL സെൻട്രൽ മോളിലാണ്. ഇവിടുത്തെ പ്രത്യേകത എല്ലാം നമുക്കിപ്പോൾ മോളുണ്ട്, അതല്ലാതെ നമുക്ക് ബസ് സ്റ്റേഷൻ ഉണ്ട്, കാർ ടാക്സി ഇവിടെ വരും, ബസ്സുകൾ നമുക്ക് വലിയ വലിയ ലോങ് ഡിസ്റ്റൻസ് ബസ്സസ് ഉണ്ട്, അതുപോലെ ട്രെയിൻ ഉണ്ട്, ട്രെയിൻ സർവീസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള, പിന്നെ മെട്രോയും ഉണ്ട്. എല്ലാം നമുക്ക് ഒരേ ബിൽഡിങ്ങിൻ്റെ പല സൈഡിലായിട്ടും പല ഫ്ലോറിലായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പം ബാട്ടു കേവ്സിൻ്റെ അടുത്താണ് നമ്മൾ അടുത്ത സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ എടുക്കും. കമ്മ്യൂട്ടർ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ലിയോയൊക്കെ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയാണ് റേറ്റ്, എവിടെയാണ് സ്റ്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ എന്നുള്ളത്. ഇത് കണ്ടിട്ട് ബാക്കി പറയാം. KTM കമ്മ്യൂട്ടർ, റാപ്പിഡ് KL, KLI എക്സ്പ്രസ്, ക്ലിയർ എക്സ്പ്രസ് എന്ന് പറയുന്നത് എയർപോർട്ടിലേക്കുള്ള സർവീസാണ്, അതുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരു മോൾ നമ്മുടെ നാട്ടിലും വളരെ അത്യാവശ്യം. ബാട്ടു കേവ്സിലേക്ക് പോകാനുള്ള ട്രെയിൻ സ്റ്റേഷൻ കേട്ടോ. ഇതിൽ പ്ലാറ്റ്ഫോം നമ്പർ 5 വന്നാൽ വെറും 2 റിങ്കറ്റ്, ബിലോ 3 റിങ്കറ്റ്സേ ഉള്ളൂ നാടേക്ക്. നമ്മൾ ബാട്ടു കേവ്സിലേക്ക് പോകാനുള്ള ഒരാളുടെ ടിക്കറ്റ്. നമ്മളിപ്പോൾ തമാൻ വായു എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്, കാരണം നമ്മളുടെ സ്റ്റേ ഇവിടെയാണ്. പക്ഷേ ഇതിപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന ആ മലയുണ്ടല്ലോ, അതാണ് ബാട്ടു കേവ്സ്. ഇവിടുന്ന് ഒരു സ്റ്റോപ്പും കൂടി ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ബാട്ടു കേവ്സിലെത്തും. അതെ, ബാട്ടു കേവ്സ് എത്തി. സോ ഞങ്ങൾ ഇറങ്ങാൻ തൊട്ട് മുമ്പ് നമ്മുടെ ആഡ് ഒന്ന് മറിഞ്ഞ് വീണ് കട്ടിലിൽ നിന്ന് മൂക്കൊക്കെ പൊട്ടി ചുണ്ട് ഇതായി ചോരയൊക്കെ വന്ന് ഇപ്പം തളർന്ന് കിടന്ന് ഉറങ്ങാൻ പാവം വെച്ച്. അതുകൊണ്ട് പേടിച്ച് കരച്ചിലായിരുന്നു ഭയങ്കര. ഇപ്പം ഉറക്കത്തിലാണ് ആള്. അതുകൊണ്ട് എനിത്തിരി ഇതായിട്ട് നിൽക്കുകയാണ്. അമ്മയുടെ മേത്ത് തന്നെ ഒട്ടിയിരിക്കുക. അതെ, ഇത് കണ്ടിട്ട് എത്ര സമയം? എത്ര മണി? 6:30. സോറി, 7 മണിയായി. ഇത് കണ്ടിട്ട് ഞങ്ങളൊരു 5 മണിക്ക് ഇറങ്ങാത്ത വെച്ചതാണ്. അപ്പം ആട് വീണതുകൊണ്ട് പിന്നെ ഞങ്ങൾ 7 മണിയായി ഇറങ്ങിയപ്പോൾ. സൺസെറ്റ് ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബാട്ടു കേവ്സിൻ്റെ ഉള്ളിൽ കയറി. വാ, ഞങ്ങൾ നടക്ക്. ശ്വേത പറയണത് ഇവിടെ മുട്ടിന് താഴെ ഒരേ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ അവർ കയറ്റില്ല. അല്ലെങ്കിൽ കയറ്റും, അവിടെ ഒരു മുണ്ട് മേടിക്കാൻ കിട്ടും. ആ മുണ്ട് മേടിച്ച് കിട്ടുന്നത് ഫുൾ ഡ്രസ് ഇട്ട് വരുന്നതാണ്. ഞങ്ങളിപ്പോൾ കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഇതുങ്ങളായിട്ട് കയറുന്നത് റിസ്ക് ആണ്, നല്ല സ്റ്റീപ്പ് സ്റ്റെപ്സ് ആയതുകൊണ്ട് കയറിയിട്ടുള്ളത് കൊണ്ട് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ആടയും മമ്മിക്കും കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളിപ്പോൾ ബാട്ടു കേവ്സിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ 3 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട്. ഇതെന്താണാവോ എന്തോ. പണ്ട് ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു വലിയ ഗ്രൗണ്ട് പോലെ എന്തോ ആയിരുന്നു, അതിൻ്റെ ബാക്കിലൊരു ബിൽഡിങ്. അതെ, ഇപ്പോൾ പണ്ട് ഇവിടെ ചെറിയ കുറേ കടകളുണ്ടായിരുന്നു. ഇതും ബിൽഡിങ് പുതിയതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പണ്ട് ഇവിടെ കുറേ പെട്ടിക്കട പോലത്തെ കടകളായിരുന്നു നിറച്ച്. എന്നിട്ട് ആറ്റത്തെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ഇവിടുത്തെ ടൈലൊക്കെ രണ്ടാമതിട്ട് വൃത്തിയാക്കി കുറച്ചും കൂടി. അങ്ങനെ നമ്മൾ ബാട്ടു കേവ്സിലെത്തി. ഇതാണ് ഇവിടുത്തെ ഫേമസ് ബാട്ടു കേവ്സ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് സ്റ്റാച്യു. പിന്നെ സ്റ്റെപ്സ്.
അതിൻ്റെ മുകളിലാണ് ബാട്ടു കേവും, അതിൻ്റെ ഉള്ളിൽ അമ്പലം. പക്ഷേ നമ്മളാരും കയറുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയതാണ്, അതുകൊണ്ട് കയറുന്നില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറുമായിരിക്കും. അപ്പോൾ